ഡോക്ടർ വയറിലെ കത്രിക മറന്നു വെച്ചതിന് വീണ ചേച്ചി കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. സർജറി ചെയ്ത് വീണ ചേച്ചി അല്ലല്ലോ. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. എന്നാ ഡോക്ടർ ഒരു കാര്യം ചെയ്യും, വയറിന്റെ അടിഭാഗം ഒന്ന് കീറിയിട്ട് അതിന്റെ ഉള്ളിൽ കത്രികയും വെച്ചിട്ട് അത് തുന്നിക്കൂട്ടി ഒരു 50 വർഷം അങ്ങോട്ട് നടക്ക്. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾക്ക് ശരിയേത് തെറ്റേതാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാത്തതുകൊണ്ടാണോ അതോ ഡോക്ടറിന്റെ നേതാവായതും കൊണ്ടാണോ നിങ്ങളിപ്പോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതോ മനുഷ്യത്വം ഇല്ലാത്തത് കൊണ്ടാണോ? പാവങ്ങളാണല്ലോ കൂടുതലും ഗവൺമെന്റ് ആശുപത്രിയിൽ പോയിട്ട് എന്തായാലും സർജറി ഒക്കെ ചെയ്യാൻ നിൽക്കുക. അപ്പോൾ അവരുടെ ജീവന് വിലയില്ലാത്തതുകൊണ്ടാണോ കത്രികയൊക്കെ ഒന്ന് മറന്നു വെച്ചത്? ആരോഗ്യമന്ത്രി ഒരു തോൽവിയാണെങ്കിലും ഈ കാര്യത്തിൽ എന്തായാലും ഡോക്ടർ എന്തായാലും വീണ ചേച്ചി സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് ചെയ്ത ഡോക്ടർക്കെതിരെയും അതിന്റെ സിസ്റ്റത്തിനെതിരെയും എന്തായാലും ഞാനൊരു ആക്ഷൻ എടുക്കും എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ മീഡിയയുടെ മുന്നിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വീണ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ചെങ്കിലും ആൾക്കാരുണ്ടാവുകയായിരുന്നു. ഒന്നാമത് കത്രികയല്ല, മസ്കിറ്റോ എന്നുള്ള ഒരു വളരെ ചെറിയ സാധനമാണ്, വളരെ നീളം കുറവ്. ഈ എക്സ്റേ കാണുന്ന ഒരു മാഗ്നിഫൈഡ് വ്യൂ ആണ്. കത്രികയല്ല, എന്തോ മൊസ്കിറ്റോ വോയിസ് അങ്ങനെ എന്തോ ഒരു സാധനമാണ്. നമ്മൾ MBBS-ഉം MD ഒന്നും പഠിക്കാത്തോണ്ട് അതെന്താ സാധനം എന്ന് കറക്റ്റ് അറിയില്ല. വേണച്ചാ ഈ കാണുന്ന ചെറിയ കത്രിക വയറ്റിന്റെ ഉള്ളിൽ പോയാലും ജീവിച്ചിരിക്കുമായിരിക്കാം. ഇതിനൊന്നുമല്ല, അവർക്ക് മൂത്രത്തിൽ കല്ലിന്റെ അസുഖത്തിന് അതിന്റെ വേദനയായിരുന്നു. നമ്മളിപ്പോ ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ അവര് പറയണല്ലേ നമ്മളും കേൾക്കാറുള്ളൂ. അവര് മരുന്ന് എഴുതി തരുന്നത് നമ്മൾ കഴിക്കും, അവര് പറയണ പോലെ നമ്മൾ ചെയ്യും. അതിൽ ശരിയും തെറ്റൊന്നും നമ്മൾ നോക്കാറൊന്നുമില്ല. വരാൻ പാടില്ല, ഇൻസ്ട്രുമെന്റ് വരാൻ പാടില്ല എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇപ്പം ഒരാളുടെ തലയെ കെട്ടിയ സിസ്റ്റത്തിലാണ് അതിന്റെ ഫെയിലിയർ. എന്തുകൊണ്ട് ബോർഡ് വെച്ച് എഴുതാനുള്ള സ്റ്റാഫില്ല? എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആരോഗ്യമന്ത്രിയുടെ തലമണ്ടയ്ക്ക് ഇട്ടിട്ട് എന്താ കാര്യം? ആ സിസ്റ്റത്തിന്റെ എന്താ പ്രശ്നം? അത് ചെയ്ത ഡോക്ടറിനെ അല്ലേ ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത്. ഇനിയിപ്പോ ഓരോരോ സർജറി കഴിയുമ്പോൾ ആരോഗ്യമന്ത്രി നേരിട്ട് വന്നിട്ട് അതിൽ ബാൻഡേജ് ഉണ്ടോ, സേഫ്റ്റി പിൻ ഉണ്ടോ, റിബൺ ഉണ്ടോ എന്നൊക്കെ വേണിച്ച് നോക്കണമായിരിക്കില്ലേ? അപ്പൊ ജനങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പ്രൈവറ്റിൽ പോയിട്ട് സ്കാൻ ചെയ്തിട്ട് എല്ലാം ഒന്ന് പരിശോധിക്കൂ. നിങ്ങളുടെ വയറ്റിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലോ എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ വസ്തുക്കൾ കിടക്കുന്നുണ്ടോ എന്ന്. ചിലപ്പോൾ നിങ്ങളെ സർജറി ചെയ്ത് ഡോക്ടറിന്റെ മോതിരോ വളയോ എങ്ങാനും നിങ്ങളുടെ വയറിൽ കിടക്കുന്നുണ്ടെങ്കിലോ അത് സ്വർണ്ണമാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം തന്നെയല്ലേ? നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് അകത്തിടത്തില്ല. ഇതെങ്ങനെ ഈ വലിയ ട്യൂമർ ആയതുകൊണ്ട്. അപ്പൊ ആരോഗ്യമന്ത്രി പറഞ്ഞ പോലെ ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ല അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് മറന്നു വെക്കാറുണ്ട് അല്ലേ? ഇൻസ്ട്രുമെന്റ് അകത്തിടത്തില്ല. ഇതെങ്ങനെ ഈ വലിയ ട്യൂമർ ആയതുകൊണ്ട് എന്തോ ഇത്രയും വലിയ ട്യൂമർ ആയതും കൊണ്ടാണ് വലിയ കത്രിക മറന്നു വെച്ചത്. വല്ല ചെറിയ ട്യൂമറൊക്കെ ആണെങ്കിൽ വല്ല ചെറിയ സേഫ്റ്റി പിന്നെ മറന്നു വെക്കുള്ളായിരുന്നുള്ളൂ. എനിക്ക് സംശയം ഇനിയിപ്പോൾ ആ രോഗിക്കെതിരെ കേസ് വരുമെന്നാണ്. കാരണം സർക്കാരിന്റെ സാധനമല്ല, അത് കട്ടുകൊണ്ടുപോയി 5 വർഷം വീട്ടിൽ സൂക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വേണിച്ചാൽ അതിനെതിരെ കേസ് വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. ഇതാണല്ലോ ഇപ്പൊ ജനാധിപത്യം. നിങ്ങളൊക്കെ ഡോക്ടറെ എന്ന് വിളിക്കേണ്ട ഒരു ഗതികേട് എന്റെ മനസ്സേ എന്റെ അടുത്ത് പറയണോ? എനിക്ക് നാണമില്ലടാ ഇവരൊക്കെ ഡോക്ടറെ എന്ന് വിളിക്കാൻ.